വരുമ്പം ഇടത് കാല് കൊണ്ട് അനക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഇരിക്കാനും മേല, നിൽക്കാനും മേല, കിടക്കാനും മേലാത്ത അവസ്ഥയിലാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞ പ്രകാരം എക്സസൈസ് ചെയ്തു. ഓരോന്നും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇരിക്കുകയും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല ആശ്വാസമുണ്ട്. നന്നായിട്ട് കേൾക്കാനും പറ്റുന്നുണ്ട്, ഇരിക്കാനും പറ്റുന്നുണ്ട്. പിടിച്ചാണ് കയറി വന്നത്. ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് ഇത് ശരിയായി പോകുന്ന ഞാൻ കരുതിയില്ല. എന്നാലും പിന്നെ ഡോക്ടർ ദൈവത്തെ പോലെ ഏതായാലും എനിക്ക് ഇത്രയും ശരിയാക്കി തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഇതിങ്ങനെ ഒരു പ്രതീക്ഷ, ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പല കാര്യവും ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നതാണ്. എന്നാലും എനിക്ക് ഇപ്പൊ ഇത് വളരെ ആശ്വാസം, ഒത്തിരി ആശ്വാസമുണ്ട്. വേദനയും കുറവുണ്ട്. വരുമ്പോ എനിക്ക് ഇരുന്നാ ഏക്കത്തില്ല, ആരെയും പിടിച്ചു വേണം എന്നെ എഴുന്നേൽപ്പിക്കാൻ. ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് സന്തോഷം. എന്താണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഡോക്ടർ നടക്കാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ എനിക്ക് വളരെ സന്തോഷമായി, സമാധാനമായി. ആരാണെങ്കിലും മുട്ടുവേദന ഇങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരിക. വലിയ കുഴപ്പമില്ല. ഒരു ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാകും, വേദനയൊക്കെ സഹിക്കണം. നമുക്ക് ഡോക്ടർ പറഞ്ഞു തരുന്ന എക്സസൈസ് ചെയ്യുക, എല്ലാം ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. ഇങ്ങോട്ട് വരിക. എൻ്റെ അനുഭവം തന്നെയാണ് എനിക്ക് പറയാൻ കാരണം. എനിക്ക് ഒത്തിരി ബെറ്റർ ആയിട്ട്, കാരണം വന്നപ്പോ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് ആൾക്ക് ഒട്ടും പറ്റാത്ത രീതി വന്ന്, പിന്നെ ഡോക്ടർ പറഞ്ഞ് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി പോകണുണ്ടപ്പോ ഞാൻ ഓർത്ത് ട്രീറ്റ്മെന്റ് ഓക്കെ അല്ലാത്തതുകൊണ്ട് പോണതാന്ന് ഓർത്തോ ഞാൻ പേടിച്ചു പോയത്. സത്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ തന്നെ അന്താളിച്ചു പോയി, ഇതെന്താ അമ്മ ഇങ്ങോട്ടോ പോണേന്ന് ഇങ്ങനെ ഒരിത്. പക്ഷെ അമ്മ സ്പീഡിൽ നടക്കുന്നതെന്നുള്ളത് അന്ന് കാണുമ്പോഴാണ് ഞാൻ അറിയണ തന്നെ. എന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത്. ഇന്ന് എന്നെ വന്ന് നോക്കാം, അത്രയും വയ്യാഞ്ഞിട്ട് അമ്മ രാവിലെ ഭയങ്കര കരച്ചിലും പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ ഒരൊറ്റ ഇതുകൊണ്ടാണ് ഇന്ന് എന്നെ വിളിച്ചു ചോദിക്കുക, നമുക്ക് അവിടെ പോകാം, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. ഞാൻ 5-ാം തീയതിയിലേക്കായിരുന്നു ബുക്കിംഗ് എടുത്തിരുന്നത്. ഈ വേദന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ശനിയാഴ്ച ആയിരുന്നു. ശനിയാഴ്ച വരട്ടെ എന്ന് വിളിച്ചു ചോദിച്ചു. പക്ഷെ അമ്മയ്ക്ക് ഇന്നും എണീറ്റപ്പോ തീരെ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എങ്ങനെയും പൈസ ഉണ്ടാക്കി നമുക്ക് പോകാം, ഇത് ഡോക്ടറെ പോയി കാണാം, കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആവുമെങ്കിൽ നമുക്ക് നോക്കാം, ഒന്ന് ശ്രമിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഓട്ടോയ്ക്ക് അമ്മയ്ക്ക് ചേർത്തോളൂ. പക്ഷേ ഈ പുള്ളിക്കാരി ഇത്രയും ബെറ്ററായി കാണുന്നത് എനിക്ക് ഭയങ്കര അതിശയമായിട്ടാണ്. പോണോ ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് വന്നാണ്. അതെനിക്ക് ഗുണമായി. ഈ ഡോക്ടറെ ഏറ്റവും എനിക്ക് മറ്റേ ഈ കാണുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വരിക, നിങ്ങളുടെ വേദനകൾ മാറ്റി തരും ഡോക്ടർ. എന്തായാലും പറയുന്ന എക്സസൈസ് ചെയ്യുക, നന്നായിട്ടിരിക്കും, നല്ല മുട്ട് റിലീസായിട്ട് തരും ഡോക്ടർ. പറയുന്ന പോലെ കേൾക്കുക. ഞാനൊരു കമന്റിൽ കണ്ടു, ഒരേ സാരി ഉടുത്ത് തന്നെയാണല്ലോ കേൾക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. വരുന്ന അന്ന് തന്നെയാണ് ഇത് ചെയ്തിങ്ങനെ കാണിക്കണം. ഞാനിപ്പോ ഒരു 2 മണിക്കൂർ മുമ്പ് വന്നു. ഇപ്പൊ തന്നെ ഇത് ഇങ്ങനെ ഞാൻ പറയാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യമായിട്ട്, ഡോക്ടറെ കണ്ട എന്റെ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം ഡോക്ടറെ, അത്രയും സന്തോഷമാണ് എനിക്ക്. എന്താ പറയണ്ടേ, കരയണോ ചിരിക്കണോ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും സന്തോഷമാണ്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ അറിവില്ല ആരുണ്ടെങ്കിലും ഞാൻ ഞങ്ങൾ അതുപോലെ പോയി ഇത് അവിടെ ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയണെന്ന് വെച്ചാൽ ഇവിടെ വരിക, വന്ന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുക, കൂടുതൽ വഷളാകാതെ നോക്കി എത്രയും പെട്ടെന്ന്. വഷളായതാണെങ്കിൽ പോലും മുട്ടുവേദന, ഷോൾഡർ പെയിന്, പിന്നെ നട്ടെല്ലിനുള്ള പ്രശ്നമുള്ളവർ, ഇങ്ങനെയുള്ളവർ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത ഒത്തിരി ബെറ്റർ ആയിരിക്കും തന്നെയാണ് ഞാൻ പറയണത്. ചികിത്സയെ കുറിച്ച് പറയാനുള്ള ഗുളിക മരുന്നൊന്നുമില്ല. ഗുളിക മരുന്നൊന്നും തന്നിട്ടില്ല. ഡോക്ടർ എക്സസൈസ്, പിന്നെ ഡോക്ടർ കാണിച്ചു തരുന്ന മുട്ട് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ എല്ലാം ചെയ്ത്. എനിക്ക് ആദ്യം പേടിയായിരുന്നു, ശരിക്കും പേടിയായിരുന്നു. വെള്ളമൊക്കെ കുടിച്ചാൽ കയറി പോകുന്നത്. ദൈവമേ എന്നതാണോ എന്ന് അറിയത്തില്ലാതെ കയറും. പക്ഷെങ്കിൽ കയറി പോകുന്ന ഈ ഡോക്ടർ ഇത് എക്സസൈസ് തുടങ്ങിയപ്പോൾ ഞാൻ ദൈവമേ ഇത്രയേ ഉള്ളോ, ഇനി എന്തൊക്കെയോ ഉണ്ടെന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. ഡോക്ടറെ ഇത് കഴിഞ്ഞോന്നതാ ഞാൻ ഡോക്ടറോട് കഴിഞ്ഞോ എന്ന് ചോദിച്ചത്. ഡോക്ടർ കേൾക്കാൻ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് കാലിൻ്റെ പിടുത്തമില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല ഡോക്ടർ, അത്രയും നല്ലൊരു ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്.